ഗൈസ്, അപ്പോൾ രാത്രിക്കത്തേക്ക് ചോറ് തേങ്ങയില്ല അതിനോട്ട്. അപ്പോൾ സാധാരണ ഇവിടെ ചപ്പാത്തിയാണ് ഉണ്ടാവല്. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് വെറൈറ്റി ആയിട്ട് പത്തിരി ഉണ്ടാക്കി നോക്കിയാലോ, കാക്കയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ നേരെ ഒരു ഗ്ലാസ് പൊടി എടുത്ത് വാട്ടി അത് കൊഴിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അന്നേരം ആയിഷമോൾ വന്ന് ഒരു ഇത്തിരി തരുമെന്ന് ചോദിച്ചു. ഓൾക്ക് അങ്ങനെ ഉരുളാക്കി കളിക്കാൻ വേണ്ടിയിട്ട് അതിനിവിടെ കൊഴിച്ചൊക്കെ റെഡിയാക്കി ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ പരുത്തി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചുട്ടെടുക്കുമ്പോൾ പൊടി തട്ടലില്ല കേട്ടോ. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പത്തിരിക്ക് അത് റാഷിയാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആയിഷമോളുണ്ട് എൻ്റെ ഹെൽപ്പർ. ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ സഹായിക്കുന്നത്. പിന്നെ എന്താ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടി മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ലേശം വെള്ളം പറഞ്ഞ് തിളച്ച് വരുമ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുത്ത് നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് റാഷിക്കാക്ക് വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടെസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കാക്ക ഇഷ്ടമായേ. പിന്നെ കാക്ക വരുമ്പോൾ പ്രിങ്കിൾസിൻ്റെ ഒരു ടൈപ്പ് ഒരു ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് തരുമെന്ന് ചോദിച്ചപ്പോൾ കടിച്ച് കഴിഞ്ഞ് ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം കേട്ടോ ഓൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിക്കാൻ വേണ്ടി